16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്താക്കി ഓസ്ട്രേലിയ. പാർലമെന്റ് പാസാക്കിയ നിർണായക ബില്ലിന് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പിന്തുണ നൽകി. ടെക് ഭീമന്മാരുടെ എതിർപ്പ് തള്ളിയാണ് ഓസ്ട്രേലിയ ലോകത്താദ്യമായി ഈ നിയമം പാസാക്കിയത്. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കുട്ടികളെ മോശമായ രീതിയിൽ പിടിമുറുക്കുകയാണെന്ന് ബിൽ അവതരിപ്പിച്ച ശേഷം പ്രധാനമന്ത്രി ആന്റണി അൽബാനീസ് പാർലമെന്റിൽ പറഞ്ഞു. നിയമം 1 വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരും. നിയമം ലംഘിക്കുന്ന ടെക് കമ്പനികൾ 50 ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളർ പിഴ നൽകേണ്ടി വരും. സാമൂഹ്യ മാധ്യമങ്ങളുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നവരാണ് ഇന്ന് ഭൂരിപക്ഷം ജനങ്ങളും. അതിൽ പ്രായഭേദമൊന്നുമില്ല. ഗുണങ്ങളേറെയുണ്ടെങ്കിലും ദോഷവും അത്രത്തോളമുണ്ട്. അമിതമായ സാമൂഹ്യ മാധ്യമ ഉപയോഗം കാരണം ഉത്കണ്ഠയും സമ്മർദ്ദവും മിക്കവരിലും ശക്തമാണ്. ഇത് ഏറ്റവും ദോഷമായി ബാധിക്കുന്നത് കുട്ടികളിലാണ്. സാമൂഹ്യ മാധ്യമങ്ങളുടെ അമിത ഉപയോഗം കാരണം കുട്ടികൾ ഫോണുകളിലേക്ക് ഒതുങ്ങുന്നത് രക്ഷിതാക്കൾക്ക് നിയന്ത്രിക്കാനാകുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ കുട്ടികളിൽ ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനും ആത്മനിന്ദയ്ക്കുമെല്ലാം കാരണമാവാറുണ്ട്. കുട്ടികളുടെ മാനസികാരോഗ്യത്തിൽ സാമൂഹിക മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതികൂല ഘടകങ്ങളെക്കുറിച്ച് ഓസ്ട്രേലിയ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. സോഷ്യൽ മീഡിയ കുട്ടികളിൽ നിരോധിക്കുന്നതിലൂടെ സമ്മർദ്ദങ്ങളില്ലാതെ സ്വയം തിരിച്ചറിവിലെത്താൻ അവർക്ക് അവസരം ലഭിക്കുമെന്നാണ് ഭരണകൂടം കരുതുന്നത്. ഭാവി തലമുറയുടെ മാനസികാരോഗ്യം മുന്നിൽ കണ്ട് ഓസ്ട്രേലിയ രാജ്യത്തെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കിടയിൽ സോഷ്യൽ മീഡിയ പോയ വാരം നിരോധിച്ചു. ഇത് സംബന്ധിച്ച ബിൽ ഓസ്ട്രേലിയൻ പാർലമെന്റിന്റെ ഇരുസഭകളിലും പാസായി. ഇതോടെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഓസ്ട്രേലിയ. നിയമം 2025 അവസാനത്തോടെ പൂർണ്ണമായും പ്രാബല്യത്തിൽ വരും. നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ട്രയലുകൾ ജനുവരിയിൽ തുടങ്ങും. മാസങ്ങൾ നീണ്ട പൊതുചർച്ചകൾക്കും പാർലമെന്ററി നടപടികൾക്കും ശേഷമാണ് ബിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇരുസഭകളിലും എതിർപ്പുകൾ അധികമില്ലാതെ ബിൽ പാസാകുകയായിരുന്നു. കുട്ടികളിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം മോശം രീതിയിൽ പിടിമുറുക്കുകയാണെന്ന് ബിൽ അവതരിപ്പിച്ച് പ്രധാനമന്ത്രി ആന്റണി അൽബാനീസ് പാർലമെന്റിൽ പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങൾ ഭീഷണിപ്പെടുത്തുന്നവർക്കുള്ള ആയുധവും സമപ്രായക്കാരുടെ സമ്മർദ്ദത്തിനുള്ള വേദിയും തട്ടിപ്പിനുള്ള മാർഗവുമാണെന്നും അൽബാനീസ് സഭയിൽ വ്യക്തമാക്കി. And strict privacy requirements to protect people's personal information, including an obligation to destroy information provided once age has been verified. How to win and how to lose, learning how to work as a team, learning about resilience and being part of their community. This is an issue that governments around the world are grappling with. And can I say, when I was talking with leaders of European and North American and other countries in our own region as well, including Prime Minister Luxon of New Zealand last week, they are all looking at what we are doing and they are applauding what we are doing in showing leadership in this area. 5 points about the specific detail of this legislation. But when it comes to young people, we've got a particular responsibility. And that's the opportunity before us. Let's seize it. Let's give children back their childhood. Let's give parents new peace of mind. Let's work together. Let's pass this legislation through the House of Representatives and the Senate this week, and it will be something we can be very proud of. ഓസ്ട്രേലിയയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ലിബറൽ പാർട്ടിയിലെ ഭൂരിഭാഗം അംഗങ്ങളും ബില്ലിനെ പിന്തുണച്ചതിൽ നിന്ന് തന്നെ ഓസ്ട്രേലിയൻ സമൂഹം സർക്കാരിന്റെ തീരുമാനത്തോട് എത്രത്തോളം യോജിക്കുന്നുവെന്ന് വ്യക്തം. നിയമവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച നേതാക്കളിൽ ഭൂരിപക്ഷവും സർക്കാരിന്റെ നീക്കത്തെ പ്രശംസിച്ചു. നിരോധനം നടപ്പിലാക്കുന്നതിനായി ബയോമെട്രിക്സ് അല്ലെങ്കിൽ സർക്കാർ നൽകിയ ഐഡികൾ ഉൾപ്പെടുത്താൻ കഴിയുന്ന പ്രായ സ്ഥിരീകരണ സംവിധാനം പരീക്ഷിക്കാനാണ് ഓസ്ട്രേലിയൻ സർക്കാർ പദ്ധതിയിടുന്നത്. പുതിയ നിയമപ്രകാരം 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ സേവനങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്ന് ടെക് കമ്പനികൾ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ 50 ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളർ, അതായത് ഏകദേശം 274 കോടി രൂപ പിഴ അടയ്ക്കേണ്ടി വരും. സ്നാപ്ചാറ്റ്, ടിക്ടോക്ക്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, റെഡിറ്റ്, എക്സ് എന്നിവയ്ക്ക് നിരോധനം ബാധകമാകും.
നിയമം പാസാക്കുന്നതിനെതിരെ പല എതിർപ്പുകളും സർക്കാരിന് നേരിടേണ്ടി വന്നു, പ്രത്യേകിച്ച് ടെക് ഭീമന്മാരായ ഗൂഗിൾ, മെറ്റ, എക്സ് എന്നിവരിൽ നിന്ന്. ഇവരുടെ കടുത്ത എതിർപ്പ് തള്ളി ഓസ്ട്രേലിയൻ സർക്കാർ മുന്നോട്ടു പോവുകയായിരുന്നു. ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് വൈകിപ്പിക്കണമെന്ന് ഓസ്ട്രേലിയൻ സർക്കാരിനോട് ഗൂഗിളും ഫേസ്ബുക്കും ആവശ്യപ്പെട്ടിരുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗം വിലക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ കൂടുതൽ സമയം കമ്പനികൾക്ക് ആവശ്യമാണെന്നായിരുന്നു ഗൂഗിളും ഫേസ്ബുക്കും ഓസ്ട്രേലിയൻ സർക്കാരിന് മുന്നിൽ കാരണമായി ചൂണ്ടിക്കാണിച്ചത്. പ്രായം തെളിയിക്കാനുള്ള വെരിഫിക്കേഷൻ ടെക്നോളജിയുടെ പരീക്ഷണ ഫലം വരുന്നതുവരെ തുടർ നടപടികൾ സ്വീകരിക്കരുത് എന്ന് മെറ്റയും ഗൂഗിളും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. വിദഗ്ധ ഉപദേശം തേടാതെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും മാനസികാരോഗ്യ സംവിധാനങ്ങളുടെ നിലപാട് അറിയാതെയുമാണ് ഓസ്ട്രേലിയ നിയമനിർമ്മാണവുമായി മുന്നോട്ടു പോകുന്നതെന്ന് ബൈറ്റ് ഡാൻസും കുറ്റപ്പെടുത്തി. അതേസമയം പുതിയ കാലത്തെ ഡിജിറ്റൽ ലിറ്ററസി പരിചയപ്പെടുന്നതിൽ സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പൂർണ്ണമായും അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിൽ കുട്ടികൾ പിറകിലാകും. ഡിജിറ്റൽ സാമൂഹ്യ ബന്ധവും ഇന്നത്തെ കാലത്ത് അനിവാര്യമാണ്. ഇതിനൊക്കെ പുറമെ പൂർണ്ണമായും നിരോധിച്ചാൽ കുട്ടികളത് രഹസ്യമായി ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ടെന്നും വിലയിരുത്തലുണ്ട്. നിയമം ഫലപ്രദമായി നടപ്പാക്കുക എന്നതും വലിയ വെല്ലുവിളിയാണെന്ന അഭിപ്രായവും ശക്തമാണ്.